ഇസ്രായേലി മന്ത്രിയും സൈനിക മേധാവിയും കൊമ്പ് കോർക്കുന്ന ഒരു സ്ഥിതിയാണിപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്നത്. ഘോര യുദ്ധം എന്നുള്ളതാണ് ചില മീഡിയകൾ ഇതിന് ഹെഡ്ലൈൻ തന്നെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ മന്ത്രിയും സൈനിക മേധാവിയും തമ്മിൽ ഘോര യുദ്ധം എന്ന തരത്തിൽ. എന്താ വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷാ മന്ത്രിസഭാ യോഗം മീറ്റിംഗ് ചേരുന്നു. അതിൽ മന്ത്രിമാരും സൈനിക മേധാവികളും പങ്കെടുക്കുന്നു. സൈനിക മേധാവി ജനറൽ ഇയാൻ സമീർ മന്ത്രിമാരായിരിക്കുന്ന സ്മോട്രിച്ചും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്നു. ഇതിനു മുൻപ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ സമീർ കുറച്ച് വാഗ്വാദങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് വലിയ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ സ്മോട്രിച്ചും സുരക്ഷാ മന്ത്രി ബെൻഗിറും ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ ഇയാൽ സമീർ എന്ന് പറയുന്ന ജനറൽ സൈനിക മേധാവി മറ്റൊരു ഭാഗത്തുമായിട്ടാണ് നിൽക്കുന്നത്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പൂർണ്ണമായിരിക്കുന്ന സർവാധിപത്യം ഗസയിൽ നമ്മൾ നേടിയെടുക്കണം, അതിനുള്ള ശ്രമം കുറച്ചും കൂടി ബലത്തോടു കൂടി വേണം എന്ന തരത്തിലാണ്. എന്നാൽ ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു രൂപരേഖ ഉണ്ടോ എന്ന് സൈനിക മേധാവി ചോദിക്കുന്നു. രൂപരേഖ പറഞ്ഞു തരൂ. കാര്യം എന്ന് പറഞ്ഞാൽ 1.25 വർഷമായി ഗസക്കകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലാണെങ്കിൽ ഇപ്പോൾക്കത് യുദ്ധം അവസാനിക്കും. അവിടെ എല്ലാവിധ സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അവിടുത്തെ ഹമാസ് എന്ന് പറയുന്ന ആളുകളെ അവരെ കീഴടക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ സർവ്വ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് സാധിച്ചിട്ടില്ല. അതിൻ്റെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല പ്രതിരോധ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ സൈനികർക്കും അവിടെ വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാവുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ വേണ്ടി സ്മോട്രിച്ചൊന്നും തയ്യാറാകുന്നില്ല. അവർ പറയുന്ന കാര്യം നമ്മുടെ ലക്ഷ്യം സാധൂകരിക്കണം, അതിനുവേണ്ടി പ്രവൃത്തി ചെയ്യണം. അങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കാതും കാര്യങ്ങളും വന്നത്. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ചില മീഡിയകളും അത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, അതായത് മന്ത്രിസഭാ തീരുമാനങ്ങളിൽ സുരക്ഷാ മന്ത്രിസഭാ യോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരില്ല. വളരെ വൈകാരികമായിരിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അല്പം പുറത്തു വരുന്നതെന്ന് മാത്രം. എന്നാൽ അതിനകത്ത് വലിയ രീതിയിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക്കാണ്, ഒരു രാജ്യമാണ്. അവർക്ക് യുദ്ധവിമാനങ്ങളും സൈനിക ടാങ്കുകളും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും, ടാങ്കുകൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. യുദ്ധക്കപ്പലുമാണെങ്കിൽ അതുണ്ട്. ആകാശവുമായിട്ട് ബന്ധപ്പെട്ട വലിയ നിരീക്ഷണം നടക്കാൻ ഡ്രോൺ സംവിധാനങ്ങളുണ്ട്. തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് ഏതെങ്കിലും ഒരു മിസൈലുകളോ മറ്റേതോ അക്രമങ്ങളോ നടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കണ്ടെത്താനുള്ള എല്ലാവിധ രഹസ്യ സംവിധാന കേന്ദ്രങ്ങളുമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മൊസാദ് ലോകത്തെ മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച ഒരു രഹസ്യ സാങ്കേതിക സംവിധാനമാണ് മൊസാദ് എന്ന് പറയുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും എതിർഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഗസ എന്ന് പറഞ്ഞാൽ പാലസ്തീൻ്റെ മറ്റൊരു ഭാഗമാണ്. ഒരു ഭാഗത്ത് ഗസ, മറ്റൊരു ഭാഗത്ത് വെസ്റ്റ് ബാങ്ക്. ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്താണ് പാലസ്തീൻ ആകുന്നത്. ഇതിന് നടക്ക് 60 കിലോമീറ്റർ ദൂര വ്യത്യാസമുണ്ട് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്ക്. അപ്പോൾ നടക്കുള്ള സ്ഥലം ഏതാ? ഇസ്രായേലിൻ്റെത്. അതുകൊണ്ട് തന്നെ ഗസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ പോലുമില്ല യഥാർത്ഥത്തിൽ. കാര്യം ഇവിടെ നിന്ന് ഗസയിൽ നിന്ന് ഒരാൾക്ക് വെസ്റ്റ് ബാങ്കിൽ പോകണമെങ്കിൽ കൃത്യമായിരിക്കുന്ന അനുമതി തേടേണ്ടതുണ്ട്. ഇസ്രായേൽ ഗവൺമെൻറ് സമ്മതിക്കേണ്ടതുണ്ട്. കാര്യകാരണത്തെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നതാണ്. പോകാനും തിരിച്ചു വരാനും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളില്ലെങ്കിൽ ഒരിക്കലും ഗസക്കാർക്ക് വെസ്റ്റ് ബാങ്കിലോ വെസ്റ്റ് ബാങ്കുകാർക്ക് ഗസയിലേക്കോ പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല. പറയുന്ന സമയത്ത് പലസ്തീനാണ്. പക്ഷേ എന്തെങ്കിലും ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇതിൻ്റെ അകത്ത്, അതായത് ബന്ധമില്ല, കുറച്ചെങ്കിലും ഈ സർക്കാർ തലത്തിലുള്ള പ്രവൃത്തികൾ കാര്യമായിട്ട് നടക്കുന്നത് വെസ്റ്റ് ബാങ്കിലാണ്. വെസ്റ്റ് ബാങ്കിലെ ഈ പലസ്തീൻ അതോറിറ്റിയെ, ഇപ്പോൾ മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വം നടക്കപ്പെടുന്ന പലസ്തീൻ അതോറിറ്റിയാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ അംഗീകരിച്ചത്. ഗസയിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഹമാസ് ഭരണം നടത്തുന്നത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. പല രാജ്യങ്ങളും ഇപ്പോഴും ഹമാസ് ഭീകര സംഘടനയാണ്, തീവ്രവാദി സംഘടനയാണ് എന്നുള്ള പരാമർശമാണ്. അതുകൊണ്ട് ഈ വലിയ രീതിയിലുള്ള സഹായം വെസ്റ്റ് ബാങ്കിന് കിട്ടുന്ന പോലെ ഗസ കിട്ടുന്നില്ല. കുറച്ചെങ്കിലും സൈനികപരമായിരിക്കുന്ന ഒരു പിന്തുണയെങ്കിലും ഉള്ളത് വെസ്റ്റ് ബാങ്കിലാണ് എന്ന് ചുരുക്കം. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഗസയാണ് ഇപ്പോൾ ഇത്രയും വലിയ ശക്തിയുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുക. 1.25 കൊല്ലമായി.
നമ്മൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല, അവരുടെ ബങ്കറുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അവിടുന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല, അവരുടെ സൈനികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്, ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് എന്നുള്ള മേഖല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭൂമി തുറന്നുകൊണ്ട് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ അല്ലെ നമ്മുടെ രാജ്യത്തേക്ക് തന്നെ എന്തെങ്കിലും പരിപാടികൾ അവർ ഒപ്പിക്കുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം നമ്മൾ നിരാശരാണ് ഗസ എന്ന് പറയുന്ന ദേശത്ത്. ഇവിടെ എങ്ങനെയാണ് സർവാധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് ഹമാസിനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ പാലസ്തീനെ പരാജയപ്പെടുത്തുക എന്ന ചോദ്യത്തിന് മന്ത്രിമാർക്കും ഉത്തരവില്ല. എന്നാലും അവർ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരിക്കുന്ന സയൻസ് വിഭാഗം പിന്തുണക്കുന്ന ഭരണ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുള്ളത്. അതുകൊണ്ട് അവരുടെ നിലപാടോ അഭിപ്രായങ്ങളോ ഒന്നും അങ്ങനെ തള്ളാൻ വേണ്ടിയിട്ടൊന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സാധിക്കില്ല. അങ്ങനെ തള്ളപ്പെട്ടാലോ അവർ പിൻവലിക്കും. പിൻവലിച്ചാലോ മൂക്ക് കുത്തി താഴെ വീകും. അപ്പോൾ തന്നെ പിന്നെ നിയമപ്രശ്നമായി. പിന്നീട് 2 or 3 കോടതിയിൽ ഇപ്പോൾ ഈ വിഷയം അഴിമതിയായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വിചാരണ നേരിടുന്നുണ്ട്. അത് ശക്തമായി നിലനിൽക്കും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കോടതിയിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വിളിക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കോടതിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, യുദ്ധമുഖത്താണ് നമ്മുടെ രാജ്യമുള്ളത്, അതുകൊണ്ട് അതിൽ ഇടപെടുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വീട്ടിൽ തരണം, നീട്ടിവെക്കണം. അങ്ങനെ നീട്ടി വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ന്യൂനപക്ഷ പിന്തുണയോടുകൂടി ഭരണം നടത്തുന്ന ഒരു സംവിധാനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് അവിടെ ഉള്ളത് എന്നതിനാൽ അവർ പിൻവലിക്കുമ്പോൾ ഭരണം വീഴുമെന്നതിനാൽ അവർ പറയുന്ന കാര്യം അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും രൂക്ഷമായിരിക്കുന്ന യുദ്ധങ്ങൾ ഗസക്കകത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മന്ത്രിസഭയിൽപ്പെട്ട ചില ആളുകൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഗാസയിലേക്ക് ഭക്ഷണം നൽകേണ്ട ആവശ്യമില്ല, കടുത്ത രീതിയിലുള്ള നിയന്ത്രണം വരണം, അവർക്ക് പൊറുതിമുട്ടണം, നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നുകൊണ്ട് ആ പ്രദേശത്തു നിന്ന് അവർ വിട്ടുപോകണം. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി നിർബന്ധമാണ് എന്ന തരത്തിലേക്ക് ചില അഭിപ്രായങ്ങളൊക്കെ വന്നു. അതൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ജനറൽ ഇയാൽ സമീർ എന്ന് പറയുന്ന ആള് അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, അന്താരാഷ്ട്ര നിയമവ്യവസ്ഥകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ അത് പാലിക്കേണ്ടത് ഞങ്ങളുടെ കൂടി കടമയാണ്. എന്തെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല, ചെയ്യാൻ അതിൻ്റേതായിരിക്കുന്ന നിയമവ്യവസ്ഥയും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾക്ക് അവിടുത്തെ ചെയ്യുന്ന രീതിയിലൊന്നും നടക്കുന്ന കേസല്ല ഇതൊന്നും. അങ്ങനെ വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഭരണ സംവിധാനത്തിൽ സൈനികരും ഗവൺമെൻറ്റും ഒത്തൊരുമിച്ച് നിൽക്കുന്ന സമയത്ത് മാത്രമേ, അതായത് ആഭ്യന്തര വിഷയങ്ങൾ രാജ്യത്തിനകത്ത് ഉണ്ടെങ്കിൽ ഒരു യുദ്ധം ജയിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ജയിക്കാത്തത് കൊണ്ട് ഇസ്രായേലിൽ ജയിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. സൈനികർ ഒരു തരത്തിൽ, സർക്കാർ വേറൊരു തരത്തിൽ, പ്രവൃത്തി ചെയ്യുന്നവർ മറ്റൊരു തരത്തിൽ, മതവിശ്വാസികളായിരിക്കുന്ന റബ്ബിമാർ എന്ന് പറയുന്ന വിഭാഗം മറ്റൊരു തരത്തിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, പിന്നീട് സൈനികരുടെ ബലവും അംഗസംഖ്യയും കുറയുന്നു. ഗസയിലേക്ക് പോകാൻ വേണ്ടി ആരും താല്പര്യപ്പെടുന്നില്ല. ഗസയിലേക്ക് പോയ ആളുകൾ പരിക്കേറ്റോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തയോ തിരിച്ചു വന്നവരാണ് കൂടുതലും എന്നുള്ളത് കൃത്യമാണ്. സൈനികർക്കിടയിൽ ആത്മഹത്യ ഉണ്ടാകുന്നു, വലിയ രോഗങ്ങൾ വ്യാപിക്കുന്നു, മാനസികപരമായിരിക്കുന്ന സംഘർഷാവസ്ഥ ഉണ്ടാകുന്നു. ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും അതിജീവിച്ചു കൊണ്ടുള്ള ഒരു വലിയ യുദ്ധമുഖത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനികർ ഉള്ളത് എന്നുള്ള ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഏതായാലും ഇവർ തമ്മിൽ എത്രത്തോളം ഇങ്ങനെ കൊമ്പ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാകുമോ അത്രത്തോളം ഫലസ്തീൻ മെച്ചമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.